ആദ്യമായി ഈ അൾത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദിയും സ്തുതിയും പറയുന്നു. എൻ്റെ വീട്ടിലെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു. അടുത്ത വീട്ടിൽ കോൽക്കിണർ അടിക്കുന്നവരെ വെള്ളം ഉണ്ടായിരുന്നു. അതിനുശേഷം വെള്ളമില്ലാണ്ടായപ്പം പെട്ടെന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഉടമ്പടി ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആദ്യം എനിക്കുണ്ടായിരുന്നതിനെക്കാട്ടും നല്ലോണം വെള്ളം ഇഷ്ടം പോലെ വെള്ളമായിട്ട് കിണറിൽ വെള്ളമായി. അതുപോലെ തന്നെ ഒരു കോൽക്കിണർ അടിക്കുകയും ചെയ്തു. അതിനകത്തും 5-6 മണിക്കൂർ നേരം അടിച്ചാൽ പോലും തീരാത്ത പോലെ വെള്ളം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പറമ്പിൽ തന്നെ കിട്ടി. പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ലൈസൻസ് എടുത്ത് സ്കൂട്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നും തൈലം തേച്ച് കാശുരൂപം പിടിച്ചിട്ടേ ഞാൻ സ്കൂട്ടിയെ കയറാറുള്ളൂ. സ്കൂട്ടിയിലും കുരിശുരൂപം വരയ്ക്കും. അതിനുശേഷമേ ഞാൻ വണ്ടിയെ കയറാറുള്ളൂ. അന്ന് പോകാൻ നേരത്ത് തന്നെ വണ്ടിയെ കയറിയപ്പോൾ തന്നെ എനിക്കെന്തോ ആക്സിഡൻ്റ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. എന്നാലും പേടിയൊന്നും തോന്നിയില്ല. സാധാരണ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാലും ഞാനത് പേടിക്കാണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ റോഡ് മുറിച്ച് അങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്കും താഴേന്ന് വന്ന ഒരു കാറ് എനിക്കിട്ട് ഇടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നാ പറ്റിയെന്നൊന്നും അറിഞ്ഞില്ല. വണ്ടി കുറേ ദൂരം തെറിച്ച് പോയി. ഞാൻ അവിടെ തന്നെ വീണു. വണ്ടിയുടെ മുൻവശം എല്ലാം പൊട്ടി. 23,000 രൂപയുടെ പണി വണ്ടിക്കുണ്ടായിരുന്നു. എൻ്റെ മേത്തൊരു തൊലി പോലും പൊട്ടുകയും ചെയ്തില്ല. ഒരു ചോരയുടെ ഇതൊന്നും കാണാൻ പോലും ഇല്ലായിരുന്നു. ഓടിക്കൂടിയവരല്ല ആരാ വണ്ടി ഓടിച്ചതെന്നാണ് ചോദിച്ചത്. അത്രയും കൂടെ ഒന്നും പറ്റാത്ത രീതിയിൽ ഞാൻ രക്ഷപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് വണ്ടി എടുക്കാൻ പേടിയായി. ഞാൻ ആ വണ്ടിയുടെ മുൻവശം എല്ലാം പൊട്ടിയിരുന്നിട്ടും എല്ലാവരും പറഞ്ഞു വണ്ടി എടുത്തുകൊണ്ട് പോകണ്ട, അപ്പോൾ ഒരു 3-4 മീറ്ററോളം പോയാലേ വണ്ടി കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ നന്നാക്കാൻ. അപ്പം അതുകൊണ്ട് ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ആ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ആ വണ്ടി ഞാൻ പിടിച്ചിട്ട് ബാലൻസിൽ നിൽക്കുന്നില്ല. ആ വണ്ടി ഒരു സ്റ്റേറ്റ് ബസ് വന്നപ്പോഴത്തേക്കും അതിൻ്റെ അടിയിലോട്ട് പോകാൻ തുടങ്ങി. സ്പീഡ് കൂട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ പറ്റുമല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ആ വണ്ടി സ്പീഡ് കുറച്ച് ഷോറൂമിൽ വരെ ഞാൻ തന്നെ ആ വണ്ടി കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനൊരു ബ്യൂട്ടീഷ്യൻ. അപ്പോൾ ഞാൻ ആ ബ്യൂട്ടി പാർലർ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ വണ്ടി ഇടിച്ചിട്ട് നിനക്കെന്നും കാണുന്നില്ലല്ലോ, നീ വണ്ടി മാത്രം ഇല്ലെന്നല്ലാണ്ട് നിനക്ക് ഒന്നും പറ്റിയിട്ടില്ലോ, കണ്ട ഒരു പേടിയും തോന്നുന്നില്ല, ഒരു മുറിവോ ഒന്നുമില്ല, അത്രയും. അതുപോലെ അങ്ങനെയുള്ള ആപത്തുനിന്ന് എന്നെ രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയായിട്ട് ഇടിച്ചു. അന്ന് എൻ്റെ കൊച്ചുണ്ട് കൂടെ. ഓട്ടോറിക്ഷ ഇടിച്ച് ഒരു ഭിത്തിയോട് ചേർത്ത് തന്നെ ഇങ്ങനെ അമക്കി വെച്ചു. എന്നിട്ട് വണ്ടി കയറി ഒരു കാഞ്ഞിരത്തിൻ്റെ അവിടെ ഇടിച്ചേ. അപ്പോൾ അതിൻ്റെ ഒരു മുള്ള് കയ്യെ കൊണ്ടുകയറി ഇച്ചിരി ചോര വന്നെന്നല്ലാതെ അന്നും എനിക്കൊന്നും പറ്റിയില്ല. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ പാർലറിലോട്ട് പോകുമ്പോൾ താമസിച്ചുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണ് വന്നത്. അപ്പം മുമ്പിൽ പോകുന്ന 2 വണ്ടി മുമ്പിൽ കയറ്റി വിടുന്നേ ഇല്ല. അപ്പം ഞാൻ വെച്ചു മുമ്പിൽ നിന്ന് വണ്ടിയൊന്നും വരുന്നില്ലെന്ന് കണ്ടപ്പം ഞാൻ മുമ്പോട്ട് കയറി. രണ്ട് വണ്ടി ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം മുമ്പോട്ട് കയറിയപ്പോഴത്തേക്കും എതിരെ വന്നൊരു ടിപ്പർ ലോറി വരുന്ന കണ്ടു. അപ്പോൾ സൈഡ് ആക്കണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ വേഗം സൈഡ് കിട്ടുമെന്നാണ് വിചാരിച്ചു. അതിൻ്റെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് വെച്ചു സൈഡ് ആക്കിയത്. ഈ 2 കാറിൻ്റെ സൈഡിൽ ചെന്ന് ഇടിച്ച് തെറിച്ച് ഇപ്പുറത്തോട്ട് ടിപ്പർ ലോറിയുടെ അടിയിലോട്ട് പോലെ വന്നു. ടിപ്പർ ലോറി ഡ്രൈവർ എങ്ങനെ എടുത്തെന്ന് അറിയില്ല, സൈഡിൽ കൂടെ വന്ന് വണ്ടി വട്ടം നിന്നു, റോഡിന് വട്ടത്തിൽ നിർത്തി. അവരെന്ന് എന്നോട് പറഞ്ഞു, എന്നാണേലും നിന്നെ രക്ഷിച്ചത് ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാ, പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ, അവിടെ നീ പൊക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ പിന്നെ ചെറിയ ചെറിയ കുഴിയിൽ വീഴും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു തുള്ളി പോലും ചോര എന്ന് പറഞ്ഞ സാധനം ആ ഒരു മുള്ളു കൊണ്ട് വന്നതല്ലാതെ ഇതുവരെ എനിക്ക് വണ്ടിയും കൊണ്ട് ഒരാപത്തും വന്നിട്ടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, എനിക്ക് കുഞ്ഞിലേ മുതൽ എനിക്ക് അറിവായപ്പോൾ മുതൽ ശ്വാസമുട്ടിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഗുളികയെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ പിന്നെ എനിക്ക് ഇതുവരെ ഉടമ്പടിയിൽ വന്ന പിന്നെ എനിക്ക് ശ്വാസം മുട്ട് വന്നിട്ടേ ഇല്ല. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന പത്രം അന്യമതസ്ഥരുടെ ഇടയിൽ കുറേ കൊടുക്കാറുണ്ട്. പിന്നെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്നവർക്കെല്ലാം കൊടുക്കും. അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ ഉടമ്പടി പത്രത്തിൻ്റെ മേലെ വചനം എഴുതി വയ്ക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എല്ലാവർക്കും ഈ പത്രം കൊടുക്കാറുള്ളത്. പിന്നെ അതുകൂടാതെ കുർബാനയിലൊക്കെ പങ്കുകൊള്ളാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു, അടുത്തല്ല കുറച്ച് ദൂരം, അവിടെയുള്ള ഒരു അപ്പച്ചനെയും അമ്മച്ചിനെയൊക്കെ നോക്കുന്നൊരു സ്ഥാപനത്തിൽ അവർക്ക് പിന്നെ അവിടുത്തെ ചേച്ചിക്ക് അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് കാണാൻ പോകണം, മോളെ ഒന്നൊരു 10. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി സഹായിക്കും, സാധനമൊക്കെ മേടിച്ചു കൊണ്ട് കൊടുക്കുന്നത്.
എന്നോട് ചോദിച്ചു ഒരു 10 ദിവസത്തേക്ക് മോളൊന്ന് വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാവോ. അപ്പോൾ എനിക്ക് കൊച്ചുണ്ട്, ചെറിയ കൊച്ചുണ്ട്, സ്കൂളിൽ പോകുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുണ്ട്, എന്നാലും സാരമില്ല, ഞാനൊരു കാര്യം ചെയ്യാം, രാവിലത്തെ ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാം, പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഞാൻ ഇവിടെ വന്നിട്ട് ആക്കിക്കോളാം, അങ്ങനെ മതിയാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ രാവിലത്തേക്കുള്ള ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയി, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം അവിടുന്ന് പിന്നെ അവിടെ ഉണ്ടാക്കി കൊടുക്കും. അതപ്പോൾ കൃപാസനത്തിൽ തന്ന ഉടമ്പടി എടുത്തൊരു കൊച്ച് ഉച്ചക്കത്തേക്കുള്ള കറി കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ആത്മീയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് നേരത്തെ ഒന്നും അങ്ങനെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അഖണ്ഡ ജപമാല ചൊല്ലിയും ജപമാലകൾ ഒരുപാട് ചൊല്ലും. പിന്നെ എവിടെയെങ്കിലും എനിക്ക് വെറുതെ സമയം ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും സമയം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ അടുത്തുള്ള പള്ളികളിലെല്ലാം കുർബാനയിൽ കൂടും. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് പറയും. പിന്നെ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ 2-3 പേരെയും കൊണ്ട് എൻ്റെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതിവിടെ പറയുന്നില്ല, അവർ തന്നെ വന്ന് പറയും. പിന്നെ കുമ്പസാരിക്കുന്ന കാര്യം, ഞാൻ ആഴ്ചയിൽ 1 കുമ്പസാരിക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ മാസത്തിൽ 1 ആകാറുണ്ട്, അങ്ങനെ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ പരമാവധി കുർബാനയിൽ കൊള്ളാറുണ്ട്, കുർബാന പങ്കെടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ആത്മീയ പ്രവൃത്തി.